അറബി ഭാഷയെ പരിചയപ്പെടുത്തുന്ന പ്രാഥമിക ഗ്രന്ഥങ്ങൾ പോലും മറിച്ചു നോക്കിയിട്ടില്ലാത്ത ഖാസിമി തന്റെ അജ്ഞതയെ മറച്ചുവെക്കുന്നില്ല. സൗഫ എന്ന അറബി പദത്തിന് ഖാസിമി കണ്ടെത്തുന്നത് അതിന്റെ വിപരീത അർത്ഥത്തെയാണ്. ദർസി വിദ്യാർത്ഥികൾ ദർസിൽ വന്ന 3-ാം മാസം ഓതുന്ന കിതാബ്, ആ കിതാബിന്റെ ആധികാരിക നിയമം പോലും മറന്നുകൊണ്ട് സംസാരിക്കുന്ന നിങ്ങൾ എങ്ങനെ കിതാബുകൾ എനിക്ക് വേണ്ട, എനിക്ക് തെളിവുകളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് എത്ര ഗൗരവവും ദുരൂഹവുമാണ് പ്രിയപ്പെട്ട ഖാസിമി. സൗഫ തഅലമൂന, നിങ്ങൾ കേട്ടോളി. നാം നൽകിയ കാര്യങ്ങളിൽ നിങ്ങൾ അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിച്ചുകൊള്ളുക. നിങ്ങൾ എതിര് പ്രവർത്തിക്കുന്നവരായി മാറുന്നുവെങ്കിൽ, ദാസന്മാരെ, ദാസികളെ, സുഖിച്ചോ, അനുഭവിച്ചോ, അതിന്റെ ഫലം നീ പെട്ടെന്ന് തന്നെ കാണുക തന്നെ ചെയ്യും. സൗഫ വെച്ചിട്ടല്ല പറഞ്ഞത്, വളരെ പെട്ടെന്ന്, താമസമൊന്നും വേണ്ട. ഇവിടെ മുത്തഅല്ലിമീങ്ങളാണ് ചിരിക്കുന്നത്. എന്താ കാരണം? സൗഫ എന്ന സാധനം സഞ്ചാൻ എന്ന് പറയുന്ന 3-ാം മാസം ഓതുന്ന കിതാബുണ്ട്. ആ സഞ്ചാനിൽ തന്നെ പറയുന്നു, ഫൈദാ അദ്ഖൽത അലൈഹി സീന ഔ സൗഫ ഫഖുൽത സയഫ്അലു ഔ സൗഫ യഫ്അലു ഉഖ്തുസ്സ ബിസമാനിൽ ഇസ്തിഖ്ബാൽ. സൗഫ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അറിയും, ശേഷം അറിയും എന്ന അർത്ഥത്തിനാണ്. എന്നല്ല, സീനിനേക്കാൾ കുറെ കൂടി വൈകും സൗഫ ഇട്ടാൽ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും അവസാനം അറിയുമെന്നാണ്. പക്ഷെ ഖാസിം പറഞ്ഞത് വളരെ പെട്ടെന്ന് അറിയുമെന്നാണ്. ഒന്നുകൂടി ഏൽപ്പിച്ചവൻ. നാം നൽകിയ കാര്യങ്ങളിൽ നിങ്ങൾ അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിച്ചുകൊള്ളുക. നിങ്ങൾ എതിര് പ്രവർത്തിക്കുന്നവരായി മാറുന്നുവെങ്കിൽ, ദാസന്മാരെ, ദാസികളെ, സുഖിച്ചോ, അനുഭവിച്ചോ, അതിന്റെ ഫലം നീ പെട്ടെന്ന് തന്നെ കാണുക തന്നെ ചെയ്യും. സൗഫ വെച്ചിട്ടല്ല പറഞ്ഞത്, വളരെ പെട്ടെന്ന്, താമസമൊന്നും വേണ്ട. അവസാനമായി നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇനിയും നിങ്ങൾ ഇപ്പണി തുടരണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, പിന്നെ എന്തു പണിയാ ഞാൻ ചെയ്യേണ്ടത്? മറുപടി നിങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ കേൾക്കുക. വീട്ടിൽ പോയി ഭാര്യയ്ക്ക് കുറച്ച് വിറക് കൊത്തിയിട്ട് കൊടു, പാത്രം കഴുക്, വീട്ടിൽ പോയി പറമ്പിൽ കുറച്ച് കിളക്ക്. ഓ ഖാസിമി, ഇത്തരം അബദ്ധജടിലമായ വാദങ്ങൾ താങ്കൾ ഉന്നയിക്കാൻ കാരണം ആദർശവിശുദ്ധമായ അടിസ്ഥാന വിജ്ഞാനം ലഭിക്കാത്തതാണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വ്യക്തമായി പഠിക്കുവാൻ ഇനിയെങ്കിലും താങ്കൾ തയ്യാറാവുക. അത് ഈമാനിന്റെ സംരക്ഷണമാണ്. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയുമെന്നും അതിൽ ഒന്നു മാത്രമേ സ്വർഗത്തിൽ കടക്കൂവെന്നും അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണെന്നുമുള്ള സത്യം ഗൗരവമായി കണക്കിലെടുത്ത് താങ്കൾ ഉയർന്നു വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് നാഥൻ തുണയ്ക്കട്ടെ.